എൻ്റെ നാടകവും സിനിമയും രണ്ടും രണ്ടാണ്. നാടകമാണ് ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 62 വർഷത്തോളമായി നാടകം, പ്രൊഫഷണൽ നാടകം തുടങ്ങിയിട്ട്. അതിന് മുമ്പ് സ്കൂൾ നാടകങ്ങൾ, പിന്നെ തെരുവ് നാടകങ്ങൾ, ഒറ്റയാൾ നാടകം. അതായത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, ഞാൻ എവിടെ പറയാലും പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ മാത്രം 10 വർഷത്തിന് മുമ്പ് ഒറ്റയാൾ ഒരു നാടകം അഭിനയിച്ചു, അരമണിക്കൂർ നേരം. മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ട് കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി 650 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ തന്നെ വാഹനം ഓടിച്ചു പോയി ബോക്സ് വെച്ച് പെട്ടി വെച്ച് ലൈവായിട്ട്. ഇപ്പോൾ ഓരോരുത്തർ തെരുവ് നാടകം, ഒറ്റയാൾ നാടകം നടത്തുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്താണ്. ഞാൻ റെക്കോർഡ് ചെയ്യാതെ ലൈവായിട്ട് അരമണിക്കൂർ നേരം ഒരു നാടകം അവതരിപ്പിച്ചു. അത് വളരെയേറെ ശ്രദ്ധേയമായി. ഇന്ത്യയിൽ ആരും തന്നെ 650 സ്റ്റേജുകളിൽ ഇതുവരെ ഒറ്റയാൾ നാടകം നടത്തിയിട്ടില്ല. അതുപോലെ എനിക്ക് മറ്റൊരു റെക്കോർഡ് കൂടെ പറയാനുണ്ട്. കേരളത്തിൽ ഒരു പ്രൊഫഷണൽ സമിതി ഒരു കൊല്ലം 275 നാടകം നടത്തിയിട്ടില്ല. 2-3 കൊല്ലങ്ങൾ കൊണ്ട് നടത്തി കാണും. അങ്ങനെ ഒരു നാടകം നടത്തിയ വ്യക്തിയാണ് ഞാൻ. കുട്ടിയടത്തി വിലാസിനിയും ചങ്ങനാശ്ശേരി നടനായനും ഒക്കെ അഭിനയിച്ച മഞ്ഞൾ പ്രസാദം എന്ന് പറയുന്ന നാടകം. അത് 275 സ്റ്റേജുകളിൽ ഒരു ദിവസം 4 നാടകം വരെ നടത്തിയ അനുഭവം എനിക്കുണ്ട്. അങ്ങനെ ചില റെക്കോർഡുകൾ. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട മാഗസിൻ്റെ പടമെടുത്തു, ഇത് സൗജന്യമാണ്. 3000 കോപ്പി കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്ന, ഞാൻ എഴുതിയൊക്കെ കണ്ടില്ലേ, മലയാളികൾക്ക് വേണ്ടി സമ്മാനമായി കൊടുക്കുന്ന മാഗസിൻ, 65ാമത്തെ മാഗസിൻ ഈ 26-ാം തീയതി ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഇവിടെ കരുനാഗപ്പള്ളി 3 സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട മത്സരിച്ചിട്ടുണ്ട്. അവർ വന്ന് ഇത് പ്രകാശനം ചെയ്യുകയാണ്. മഹേഷുണ്ട്, താരയുണ്ട്, ജിതിനുണ്ട്. അവർ 3 പേരും ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യും ഈ 26-ാം തീയതി. അങ്ങനെ സൗജന്യമായി ഈ കൊടുക്കുകയാണ്. 12 പരസ്യം, 12 പരസ്യത്തിൽ എനിക്ക് കിട്ടുന്നത് 12,000 രൂപ. 32 രൂപ വേണം ഈ മാഗസിൻ 32 പേജുള്ള 36 പേരെ കൊണ്ട് എഴുതിക്കുന്ന കഥയും കവിതകളും. ഇത് ഗോവ ഗവർണർ പിന്നെ PS ശ്രീധരൻപിള്ള സാറും മേളം മസാലയുടെ ഉടമയായിരുന്ന കുര്യൻ ജോൺ, പത്മശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ വരെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അതുപോലെ സാധാരണക്കാരായ കുട്ടികളും കവികളും ഒക്കെ എഴുതുന്നുണ്ട്. ഞങ്ങൾ 3 നാടകശാല 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാടകശാല എല്ലാ മാസവും പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാം സമയത്ത് കവിതാലാപനമുണ്ട്, അതുപോലെ തന്നെ കരാക്കെ ഗാനമേളയുണ്ട്, മത്സരങ്ങളുണ്ട്. അതുപോലെ തന്നെ 50ഓളം ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നത് എൻ്റെ ഭാര്യയുടെ പെൻഷൻ എടുത്തും പിന്നെ ഏതാനും ചില ആളുകൾ സഹായിക്കുന്നുണ്ട്. 2-3 പേര് വീതം 1-2 കിറ്റ് വീതം ഇതിന് തന്ന് സഹായിക്കുന്നതുമുണ്ട്. അതല്ല, ഇത്രയാണ് ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനം.